അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണവും സെവൻസിനോടൊപ്പം. AKPM മട്ടാഞ്ചേരി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. AKPM മട്ടാഞ്ചേരി യൂണിറ്റ് 14ാം വാർഷിക സമ്മേളനം സേവ്യർ ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റുകളുടെ സമ്മേളനം സെപ്റ്റംബർ മാസമാണ് എല്ലാ വർഷവും വരുന്നത്. നമ്മുടെ കൊച്ചി മേഖലയിൽ 5 യൂണിറ്റ് ഉണ്ട്. 5 യൂണിറ്റിൽ ഇന്നിപ്പോൾ 2ാമത്തെ യൂണിറ്റിന്റെ സമ്മേളനമാണ്. ഇനി 3 യൂണിറ്റുകളുടെ സമ്മേളനം കൂടി ഈ മാസം നടക്കുവാനുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് മട്ടാഞ്ചേരി യൂണിറ്റിന്റെ കമ്മിറ്റി ഗ്രൂപ്പിൽ ഭയങ്കരമായ ചർച്ചകളും കാര്യങ്ങളും എല്ലാവരും ഒന്നൊന്നിന് കട്ടക്കട്ടക്കായിട്ട് നിന്നുള്ള പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ സമ്മേളനം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ടുള്ള നേതൃത്വങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ചെയ്തത്. നല്ല രീതിയിൽ തന്നെ ആ ഒരു മട്ടാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തനം നടത്തി. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, മുമ്പൊക്കെ നമ്മളുടെ സംഘടന കുറെ ആൾക്കാർ ചേർന്നതിന് മുമ്പും അല്ലാണ്ടൊക്കെ ആൾക്കാർ പറയും എന്തിനാണ് സംഘടന എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. സംഘടന കൊണ്ട് എന്താണ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു ചോദ്യമില്ല. ആ ഒരു ചോദ്യം സംഘടന എന്തിനാണെന്നുള്ള ചോദ്യമേ ഇല്ല. കുറെ നാളെ അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടിട്ടില്ല. കാരണം ഇത് സംഘടന കൊണ്ട് പല പല ഗുണങ്ങളും പല കാര്യങ്ങളും ഒരുമിച്ച് സംഘടിച്ച് നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യം തന്നെ മൂവാറ്റുപുഴയിൽ ഉണ്ടായ സംഭവം. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വലിയൊരു കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ പല കാര്യങ്ങളും സർക്കാരിന്റെ കാര്യമായാലും എന്തിനാണെങ്കിലും നമുക്ക് സംഘടന കൊണ്ട് തന്നെ നേടാനും സാധിക്കുകയുള്ളൂ. സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് സജീവ് എസ് അനുശോചനം അറിയിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റും മേഖലാ യൂണിറ്റ് രക്ഷാധികാരിയുമായ MRN പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി VD ആന്റണി സംഘടനാ വിശദീകരണവും നടത്തുകയും യൂണിറ്റ് പ്രതിനിധികൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി നിമ്മി എസ് മധു വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ബിപിൻ ദാസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. വാർഷികം ആഘോഷിക്കുന്ന അത്യധികം ഭംഗിയായി ഇവിടെ ആഘോഷിക്കുന്ന മട്ടാഞ്ചേരി യൂണിറ്റിന് കൊച്ചി മേഖലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളെ ആദ്യം തന്നെ നേരുകയാണ്. AKPA മഹാപ്രസ്ഥാനം, നമ്മുടെ ഈ മഹാപ്രസ്ഥാനം രൂപങ്ങളുടെ 40ാമത്തെ വർഷത്തിലേക്ക് 40 വർഷം കടക്കുകയാണ്. 1984 എറണാകുളം കലാമന്ദിറിൽ 345 അംഗങ്ങളുമായി ആരാധ്യനായ നമ്മുടെ ജോസഫ് ചെറിയാൻ സാർ ആരംഭിച്ച ഈ മഹാപ്രസ്ഥാനം ജാതി മത വർഗവർണ്ണ അതീതമായി പ്രവർത്തിച്ച് സുപ്രധാന തൊഴിലിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു. ഈ അവസരത്തിൽ അതിന് സന്തോഷത്തോടെ ഞാൻ പറയുന്നു, ആ 345 പേരിൽ ഒരാളുമായി ഇതിൽ പങ്കിടുന്നത് ഒരുപക്ഷെ ആ 345 പേരിൽ ഇപ്പോൾ നിലവിലെ AKPയിലുള്ള ഒരാളായിരിക്കാൻ പറ്റുക പഠിക്കലേണ്ട വിദ്യാഭ്യാസ അവാർഡുകൾക്ക് അർഹരായവർക്കും ഡിസ്ട്രിക്ട് സ്പോർട്സ് ചാമ്പ്യന്മാരായ ക്രിക്കറ്റ് ടീമിലെ യൂണിറ്റ് അംഗങ്ങളെയും വ്യക്തിഗത നേട്ടങ്ങൾ നേടിയ യൂണിറ്റ് അംഗങ്ങൾക്കും ആദരവ് നൽകി. കേരള യൂണിവേഴ്സിറ്റി BTech ടെക്നോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ യൂണിറ്റ് PRO രാംദാസിന്റെ മകൾ അനിതിയ +2 പരീക്ഷയിൽ ഫുൾ A+ഉം ഡിസ്ട്രിക്ട് ബോക്സിംഗ് ചാമ്പ്യനും ആയ മാസ്റ്റർ ആദിൽ ഹനീഷ്, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഉബൈദിന്റെ മകൻ മുഹമ്മദ് അമീൻ, മകനോടൊപ്പം തന്നെ +2 പരീക്ഷ വിജയിച്ച ഹനീഷ് മട്ടാഞ്ചേരി എന്നിവർക്കും മുൻ സംസ്ഥാന പ്രസിഡന്റ് MRN പണിക്കർ മെമന്റോ നൽകി ആദരിച്ചു. ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ കൊച്ചി ടീമിൽ പങ്കെടുത്ത യൂണിറ്റ് അംഗങ്ങളായ ടീം ക്യാപ്റ്റൻ ശിവൻ ഐസൽ, റിയാസ്, നിഖിൽ, നാദിഷ്, സുധീഷ് എന്നിവർക്ക് മേഖലാ സെക്രട്ടറി VD ആന്റണി മെമന്റോ നൽകിയും മേഖലാതല ഫോട്ടോഗ്രാഫി മത്സര വിജയി യൂണിറ്റ് ട്രഷറർ ബിപിൻ ദാസ്, ആടാംപാടം മേഖലാതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായ വിനോദ്, പ്രവീൺ, യൂണിറ്റ് കമ്മിറ്റി അംഗം നവാസിന്റെ മകൻ ഫർദീൻ നവാസ്, ഫോട്ടോഗ്രാഫി മത്സരം വിജയിയും വനിതാ വിംഗ് പ്രവർത്തകയുമായ മഞ്ജു
മഞ്ജു ശിവൻ എന്നിവർക്കും സംസ്ഥാന ഫോട്ടോഗ്രാഫി മത്സര വിജയി ശിവൻ എന്നിവർക്ക് മേഖലാ PRO ബിബിൻ TC, ജില്ലാ കമ്മിറ്റി അംഗം സിംലേഷ് എന്നിവർ ചേർന്ന് മെമ്മന്റോ നൽകി ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ ആർട്സ് കോർഡിനേറ്ററുമായ സിംലേഷിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വാർഷിക സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുത്ത എല്ലാവർക്കും 32 GB പെൻഡ്രൈവ് സമ്മാനമായി നൽകി. നറുക്കിട്ടെടുത്ത അംഗങ്ങൾക്ക് മോണോപാഡ്, RCM സ്പോൺസർ ചെയ്ത പ്രൊഡക്റ്റ് എന്നിവ നൽകി. സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ഉപേന്ദ്രൻ നന്ദി പറഞ്ഞ് വാർഷിക സമ്മേളനം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.